أعوذ بالله من الشيطان الرجيم واذكروا نعمة الله عليكم وميثاقه الذي واثقكم به إذ قلتم سمعنا وأطعنا واتقوا الله إن الله عليم بذات الصدور. صدق الله العلي العظيم. സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്ത്, അതിൻ്റെ അവസാന ഭാഗത്താണ് നമ്മളുള്ളത്. ഈ 6-ാമത്തെ ആയത്തും അതിന് മുമ്പുള്ള ആയത്തുകളും തമ്മിലുള്ള രണ്ട് ബന്ധങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വച്ചിരുന്നു. അതിൽ ഒന്നാമത്തേത് കരാറിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ആ കരാറുകളിൽ വളരെ സുപ്രധാനമായ ഒന്നാണ് നമസ്കാരം എന്നുള്ളത് കൊണ്ടാണ് വുളൂഇനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതായിരുന്നു അതിലെ ഒന്നാമത്തേത്. രണ്ടാമത്തേത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ആയത്തിന്റെ അവസാനത്തിൽ വമൻ യക്ഫുർ ബിൽ ഈമാൻ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഈമാനിന്റെ തേട്ടം എന്നുള്ള നിലക്കാണ് പിന്നീട് നമസ്കാരവും വുളൂവും ഒക്കെ പറയുന്നത് എന്നുള്ളതാണ്. ഇതിൽ കഴിഞ്ഞ ആഴ്ച പറയാത്ത ഒരു സംഗതി കൂടിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് ഒന്നുകൂടി സൂചിപ്പിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ 5-ാമത്തെ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് ഭക്ഷണമാണ്, രണ്ടാമത്തേത് നിക്കാഹാണ്. അപ്പൊ ഒരു മദ്ഹബ് അനുസരിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസില് തവല്ലഉ മിമ്മാ മസ്സത്തിന്നാർ, നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ വുളു എടുക്കുക. അപ്പോ വുളു എടുക്കുന്നതിനൊരു കാരണമായിട്ട് ആ ഹദീസ് വെച്ചിട്ട് ചില പണ്ഡിതന്മാർ പറയാറുണ്ട്. അപ്പൊ അത് അൽ ഹദസുൽ അസ്ഗറാണ്. അതുപോലെ തന്നെ അതിനുശേഷം പറയുന്നത് നിക്കാഹാണ്. നിക്കാഹില് ജിമാഇന്റെ രൂപമാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് മുഹ്സിനീന ഗൈറു മുസാഫിഹീൻ എന്ന് പറയുന്നത്. അതെന്താണ്? അത് അൽ ഹദസുൽ അക്ബറാണ്. അപ്പൊ സ്വാഭാവികമായും അൽ ഹദസുൽ അസ്ഗറും അൽ ഹദസുൽ അക്ബറും, ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും പരാമർശിച്ചതുകൊണ്ട് ഇവ രണ്ടിൽ നിന്നുമുള്ള മോചനം എങ്ങനെയാണ് എന്നാണ് അടുത്ത ആയത്തില്. ആദ്യം വുളു എന്താണ്? ചെറിയ അശുദ്ധിയിൽ നിന്നുള്ള മോചനമാണ്, ശുദ്ധിയാണ്. രണ്ടാമത്തേത് കുളി എന്നുള്ളത് അത് വലിയ അശുദ്ധിയിൽ നിന്നുള്ള മോചനമാണ്. അപ്പൊ ഇങ്ങനെയും ഒരു തനാസുബ് എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധം പണ്ഡിതന്മാര് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കാറുണ്ട്. ഇനി നമ്മള് ഇതുവരെ എടുത്ത ഭാഗത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വുളുവിനെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം കുളിയെയും കുറിച്ച് പറഞ്ഞു. ഇനി കുളിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ചില സന്ദർഭങ്ങളിൽ ചില കാരണങ്ങളാൽ ചിലപ്പോ വെള്ളം ലഭിച്ചേക്കില്ല, ചിലപ്പോ വെള്ളം ഉണ്ടാകും, ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളമായിരിക്കും, ചിലപ്പോ വെള്ളം ഉണ്ടാകും, ആ ആളെ സംബന്ധിച്ചിടത്തോളം വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. ഈ സന്ദർഭത്തിലൊക്കെയും അതാണ് ഫലം തജിദു മാഅൻ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തില് അള്ളാഹു നൽകിയിട്ടുള്ള ഇളവ്, അള്ളാഹു മനുഷ്യനെ കഷ്ടപ്പെടുത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു മനുഷ്യർക്കൊക്കെയും മുഴുവൻ ഇളവുകളാണ് നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് ഫതയമ്മമു, അപ്പൊ നിങ്ങൾ തയമ്മും ചെയ്യണം എന്നുള്ളതാണ്. തയമ്മും എന്ന് പറഞ്ഞാല് ശരിക്ക് ഖസദ എന്നാണ് അർത്ഥം. ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ ബോധപൂർവം ഒന്നിനെ ഉദ്ദേശിച്ച് ചെല്ലുക, അതിനൊക്കെയാണ് യമ്മമ എന്നൊക്കെ പറയുക സാധാരണ. അപ്പൊ ഇത് വിശുദ്ധ ഖുർആനിൽ വേറൊരു ആയത്തില്, നമുക്ക് പരിചിതമായ ഒരു ആയത്തില്, വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ, നിങ്ങള് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന സമയത്ത് അവനവന് വേണ്ടാത്തതല്ല ദാനം ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്തത്, അല്ലെങ്കിൽ നമ്മളിൽ വില കുറഞ്ഞത്, അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തത്, അങ്ങനെ മോശപ്പെട്ടത് എടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? മറ്റുള്ളവർക്ക് ദാനം ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ആ പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിനെ ഉദ്ദേശിക്കരുത്, ദാനത്തിന് നമ്മൾ മോശപ്പെട്ടത് ഉദ്ദേശിക്കരുത് എന്നുള്ളതാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ഫതയമ്മമു എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പോൾ ഉദ്ദേശിക്കേണ്ടത് എന്താണ്? സ്വഈദൻ ത്വയ്യിബ. അപ്പൊ നിങ്ങൾ തയമ്മും ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഭാഷ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയുള്ള ഒരു സാധനം. പക്ഷെ അതിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫതയമ്മമു സ്വഈദൻ ത്വയ്യിബ. സ്വഈദ് എന്നുള്ളതാണ് പദം. സഈദ് എന്നുള്ള പദം സ്വഈദ അലാ വസ്നി ഫഈൽ എന്നാണ് പറയാ.
ഫഈല് എന്ന് പറഞ്ഞ വസിലുള്ള സാധനമാണ് സഈദ്. ഇതിന് സാധാരണ പറയാറുള്ളത് ഭൂമിയുടെ മുകൾ ഭാഗം എന്നാണ്. ഭൂമിയുടെ മുകൾ ഭാഗത്തിനാണ്. അപ്പൊ സാധാരണ അർളെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തുറാബെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോരെ. പക്ഷെ ഈ പദത്തിനൊരു പ്രത്യേകതയുണ്ട്. സഈദ് എന്ന് പറഞ്ഞാല് ശരിക്കും സഈദ എന്ന് പറഞ്ഞാൽ ഉയർന്നു എന്നാണ്. മണ്ണിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്നതിനാണ് സഈദ യസ്അദു എന്നൊക്കെ പറയാം. മിമ്പർമേൽ കയറുന്നതിനൊക്കെ എന്താ പറയാ, സഈദ അലൽ മിമ്പർ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ നമ്മുടെ ലിഫ്റ്റിന് മിസ്അദ് എന്നാണ് പറയാ. അപ്പോ ഇങ്ങനെ നിലത്ത് നിന്ന് പൊന്തുന്നതിനാണ് സാധാരണ ഭാഷയിൽ എന്ന് പറയുക, സഈദ എന്ന് പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ഇത് മണ്ണിന്റെ മുകൾ ഭാഗം എന്നല്ല, അല്ലെങ്കിൽ ഭൂമിയുടെ മുകൾ ഭാഗം എന്ന് മാത്രമല്ല അർത്ഥം. അൽ ഗുബാറുല്ലദി യസ്അദു മിനൽ അർള്, മണ്ണിൽ നിന്ന് പൊന്തുന്ന പൊടി എന്നുള്ള അർത്ഥത്തിലാണ് ശാഫിഈ മദ്ഹബ് അനുസരിച്ച് സഈദ് എന്ന അർത്ഥം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു മദ്ഹബുകളിൽ ചിലതൊക്കെ അനുസരിച്ച് ഏതെങ്കിലും ഭൂമിയുടെ പാറയാണെങ്കിലും ഭൂമിയുടെ പുറം ഭാഗമാണെങ്കിൽ അവിടെ ഒന്ന് തടവിയാൽ അല്ലെങ്കിൽ തട്ടിയാൽ എന്താണ്, തയമ്മും നടക്കും. പക്ഷെ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് അത് നടക്കൂല. കാരണം എന്താണ്, ശാഫിഈ മദ്ഹബ് ശരിക്കും അതിന്റെ കർമ്മശാസ്ത്രം ഇവിടെ ഈ വിഷയത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത് അതിന്റെ ഭാഷാപരമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. ആ ഭാഷാപരമായ അടിത്തറ എന്താണ്, അത് എല്ലാ മണ്ണുകൾക്കും അല്ലെങ്കിൽ എല്ലാ ഭൂമിയുടെ മുകൾ ഭാഗത്തിനും എന്ത് പറയില്ല, സഈദ് എന്ന് പറയില്ല. നേരെ മറിച്ച് ഭാഷാപരമായി സഈദ എന്നുള്ളതിൽ നിന്ന് വന്നത് ഇത് അൽ ഗുബാറുല്ലദി യസ്അദു മിനൽ അർള്. അപ്പൊ അതുകൊണ്ട് പൊടിയുള്ളതിൽ തട്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, തയമ്മം ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ശാഫിഈ മദ്ഹബ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓരോ നിയമങ്ങൾ പറയുമ്പോൾ അതിന്റെ ഒക്കെ ഭാഷാപരമായ അടിത്തറ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശരിക്ക് എന്തിൽ നിന്നാണ് വരുന്നത്, ഭാഷാപരമായ കാഴ്ചപ്പാടുകളിൽ നിന്നാണ്. അപ്പോ ഫതയമ്മമു സഈദൻ ത്വയ്യിബ, നിങ്ങള് ത്വയ്യിബായ എന്ത് മണ്ണുപയോഗിക്കുക. അതല്ലെങ്കിൽ മറ്റു മദ്ഹബുകൾ അനുസരിച്ച് ഭൂമിയുടെ മുകൾ ഭാഗം നിങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ ഇത് ഒരു മനുഷ്യന് ലഭിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞാല് നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, വെള്ളത്തെ കുറിച്ചാണ് പറഞ്ഞത്. വെള്ളം ഇല്ലാത്തടത്ത് എന്തുണ്ടാകും, ഭൂമി ഉണ്ടാകും. ഭൂമിയും വെള്ളവും ഇല്ലാത്തൊരു സാഹചര്യം ഒരു മനുഷ്യനുണ്ടാവില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രത്തോളം എളുപ്പത്തിലാണ് മനുഷ്യനെ കൈകാര്യം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാല് നിങ്ങൾ വെള്ളം ഉപയോഗിച്ചാണ് ശുദ്ധീകരിക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് വെള്ളം ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മുന്നിൽ കാണുന്നതൊക്കെയും ഉപയോഗിക്കാം. അതാണ് എന്ത്, അവന്റെ മുന്നിലുള്ള ഭൂമി എന്ന് പറയുന്ന സാധനം. അത് പാറയാകട്ടെ അല്ലെങ്കിൽ മറ്റ് എന്ത് വസ്തുവാകട്ടെ. ത്വയ്യിബ് എന്നുള്ളത് നമ്മൾ മുമ്പ് വിശദീകരിച്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ ദോഷകരമല്ലാത്തത്, ഗുണമുള്ളത്. ഇത് രണ്ടും ചേരുന്ന സാധനമാണ് എന്ത്, ത്വയ്യിബ് എന്നുള്ളത്. അപ്പോ അങ്ങനെയുള്ള ഏതെങ്കിലും എന്താണ് വൃത്തികെട്ട അല്ലെങ്കിൽ എന്താണ് വൃത്തികേട്, ഇതെന്താണ് ശുദ്ധീകരണമാണ് ഈ പറയുന്നത്. വുളൂആയാലും അതുപോലെ കുളിയാണെങ്കിലും, ഇനി അത് രണ്ടും ഇല്ലാത്ത സമയത്ത് തയമ്മുമാണെങ്കിലും എന്താണ്, ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം എന്തുകൊണ്ടേ നടക്കുള്ളൂ, ത്വയ്യിബ് കൊണ്ടേ നടക്കുകയുള്ളൂ. അല്ല ഒരു ഖബീസായ സാധനം കൊണ്ട് എന്ത് പറ്റൂല, ശുദ്ധീകരിക്കാൻ പറ്റൂല എന്നുള്ളത് കൊണ്ടാണ് അവിടെ സഈദ് എന്നുള്ളതിന് സിഫത്തായിട്ട് എന്ത് വരുന്നത്, ഫതയമ്മമു സഈദൻ ത്വയ്യിബ. എന്നിട്ടോ ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീകും മിൻ, നിങ്ങള് നിങ്ങളുടെ മുഖങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ കൈകളും അതുകൊണ്ട് തടവുകയും ചെയ്യുക. അപ്പൊ ഇവിടെ ബി വുജൂഹിക്കും എന്ന് പറയുന്നുണ്ട്. മുമ്പ് ബി റൂസിക്കും എന്നുള്ളിടത്ത് ഒരു വകുപ്പുണ്ടായിരുന്നു. ബി റൂസിക്കും എന്നുള്ളിടത്ത് ശാഫിഈ മദ്ഹബ് അനുസരിച്ച് തലയുടെ ഒരു ഭാഗം തടവിയാൽ മതി. കാരണം എന്താണ്, ബാ ലി തബ്ഗീർ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കുറച്ച് തലയുടെ ഏതെങ്കിലും ഒരു ഭാഗം എന്നുള്ള അർത്ഥത്തിലാണ് ബാ. പക്ഷെ ബാക്കിയുള്ള മദ്ഹബുകളിൽ ബാ ലിൽ ഇൽസാഖ് അല്ലെങ്കിൽ ബയാൻ എന്നാണ് പറയാ. എന്ന് പറഞ്ഞാല് ബാ എന്ന് പറയുന്നത് അവിടെ മൊത്തം വിശദീകരിക്കുന്നതിന് വേണ്ടി സൂചിപ്പിച്ചെന്ന് പറഞ്ഞാൽ തല മുഴുവൻ തടവുകയാണ് വേണ്ടത്. മാലിക്കി മദ്ഹബ് അനുസരിച്ച് അങ്ങനെ മുഴുവൻ തടവണം എന്നാണ്. പക്ഷെ ഇവിടെ ആ കൺഫ്യൂഷൻ ഇല്ല. ഇവിടെ തബ്ഗീറിനാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്, ഇതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുണ്ട്, റസൂലിന്റെ മാതൃകയുണ്ട്. എന്ന് പറഞ്ഞാൽ അത്തയമ്മുമു ലർബത്താൻ, തയമ്മും എന്ന് പറയുന്നത് 2 അടിയാണ്. ലർബത്തുൻ ബിൽ വജ്ഹ്, ഒന്നാമത്തേത് മുഖത്തിനുള്ളതാണ്. രണ്ടാമത്തേത് വലർബത്തുൽ ലിദ്ദിറാഇൻ, 2 ദിറാഅുകൾക്കുള്ളതാണ്. അപ്പൊ തയമ്മും ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ഭാഗത്ത് 2 കൈ കൊണ്ട് അടിക്കുന്നു, അതിനുശേഷം
കയ്യിലുള്ള പറ്റിയിട്ടുള്ള എന്താണ് മണ്ണ് എന്താണെങ്കിലും ഇങ്ങനെ തട്ടിക്കളയുന്നു, മുഖം തടവുന്നു. അതാണ് ഒന്നാമത്തെ എന്ത് ലൊർബത്ത് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ലൊർബത്ത് പറഞ്ഞാല് അതേ സംഗതി തന്നെ അടിക്കുന്നു, കൊണ്ട് തട്ടുന്നു, അതിൽ ഇങ്ങനെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ കൊണ്ടുവന്ന് ദാ ഈ ഇലൽ മിർഫഖ് ഉൾപ്പെടെ ഇങ്ങനെ തിരിച്ച്, അതുപോലെ ഈ കൈയും നേരെ തിരിച്ച്. അപ്പൊ ഇതാണ് തയമ്മുമിന്റെ രീതി എന്നുള്ളത്. അതാണ് വംസഹോ ബി വുജൂഹിക്കും വ ഐദീക്കും മിൻ. അതില് മസഹ എന്നുള്ള പദം നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചതാണ്. മസീഹ് ദജ്ജാൽ വരുന്നതും ഈസ മസീഹ് എന്നുള്ള അർത്ഥം വരുന്നതും അതൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചതാണ്. പിന്നെ ഐദി എന്നുള്ള പദം യദ്, അയാദി, ഐദി. അതുപോലെ അതിൽ നിന്നുള്ളതാണ് അയ്യദിനാഹോ ബിറൂഹിൽ ഖുദ്സ്. അയ്യദ എന്ന് പറഞ്ഞാല് ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ പവർ കൊടുക്കുക, സഹായിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന സാധനം. അപ്പൊ ഇതാണ് തയമ്മും എന്നുള്ളത്. ഇനി ഇതിന്റെ ഒരു കർമ്മശാസ്ത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന് വുളു, അതുപോലെ തയമ്മും. നമ്മൾ സാധാരണ യുക്തിവാദികളൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ഒരു യുക്തിയുമില്ലാത്ത കർമ്മങ്ങളാണല്ലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു മനുഷ്യന്റെ വുളു മുറിഞ്ഞു പോകുന്നു. ഇപ്പൊ വുളു മുറിഞ്ഞു പോകുന്നു, അതിപ്പോ അതിനുശേഷം അയാൾ വുളു എടുക്കുന്നു. വുളു മുറിയുന്നതും വുളു എടുക്കുന്നതും തമ്മിൽ എന്തില്ല, ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ എന്ത് പണിയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇനി അത് ഒരു വൃത്തികേട്, അതല്ലെങ്കിൽ നിങ്ങൾ അവിടെ കഴുകുകയല്ല വേണ്ടത് എന്ന് അവർ സാധാരണ ചോദിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്റെ ശരീരവുമായി ബന്ധപ്പെട്ട്, മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ആ മനുഷ്യന്റെ ശരീരവും മനസ്സും പടച്ചിട്ടുള്ള പടച്ച തമ്പുരാൻ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടാണ്. അപ്പൊ ഒരു മനുഷ്യന് ഒരു സദസ്സിൽ വെച്ചിട്ട് കീഴ്വാഴി വിടുകയില്ല. കാരണം എന്താണ്? അതൊരു മോശമായിട്ട് മനുഷ്യൻ കാണുന്നു എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് അതൊരു മോശമാണ്. അപ്പൊ അങ്ങനെ ശാരീരികമായി ഒരു മാലിന്യം എന്ന് മനുഷ്യൻ കരുതുന്ന മനുഷ്യന് ഒരു വിശുദ്ധി കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മമാണ് എന്ത്? യഥാർത്ഥത്തിൽ വുളു എന്നുള്ളത്. അതുപോലെ തന്നെ മനുഷ്യൻ മറ്റു പല കാര്യങ്ങളിലും മുഴുകും, അങ്ങനെ ശ്രദ്ധകളൊക്കെ തെറ്റും, ചിലപ്പോൾ വേണ്ടാത്തതൊക്കെ ചിന്തിക്കും. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യന് നേരെ അള്ളാഹുവിലേക്ക് ഇതിന്റെ ഒരു എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മനുഷ്യ ശരീരവും അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ട്. അതിൽ ഒന്നാമത്തേത്, മനുഷ്യനെ പെർഫെക്റ്റ് ആയിട്ട് അള്ളാഹു എന്താക്കി സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതാണ് വലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ആ സൃഷ്ടിച്ചതിന് അള്ളാഹു അങ്ങേയറ്റത്തെ പെർഫെക്ഷനോട് കൂടി നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന സാധനം, വുളൂ എന്ന് പറയുന്ന സാധനം, അതുപോലെ തന്നെ തയമ്മും എന്ന് പറയുന്ന സാധനമൊക്കെ എന്തിനുള്ളതാണ്? ഈ പെർഫെക്ഷനോട് കൂടി നിലനിർത്താനുള്ള സാധനമാണ്. അതായത് എപ്പോഴും അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ മനുഷ്യന്റെ ശരീരവും മനുഷ്യന്റെ മനസ്സൊക്കെ എന്താണ്? നല്ല ശുദ്ധമായതാണ്. അപ്പൊ അത് ആ ശുദ്ധിയോടുകൂടി കുറ്റമറ്റ രൂപത്തിൽ നിലനിർത്തുവാനുള്ള സംവിധാനം ആര് നൽകേണ്ടതുണ്ട്? അള്ളാഹ് നൽകേണ്ടതുണ്ട്. അതാണ് ഈ പറയുന്ന സാധനം. അത് ആർക്കും മനസ്സിലാവില്ല. അത് യുക്തിവാദികൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒന്ന് ശരീരത്തിനും മനസ്സിനും പവിത്രതയുണ്ട് എന്ന് വിശ്വസിക്കണം. ആ പവിത്രതയിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് ഈ പറയുന്ന സംഗതികൾ ഒരിക്കലും ഉൾക്കൊള്ളുവാന് സാധിക്കുകയില്ല. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സത്ത എന്നുള്ളത്. ഇനി ഇതിന്റെ ഒരു കർമ്മശാസ്ത്രം. ഇപ്പോ ഒരാള് വെള്ളമൊന്നുമില്ല, അയാൾ തയമ്മും ചെയ്തു. ഞാൻ ആ തയമ്മും ചെയ്ത് നിസ്കരിച്ച് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയപ്പോ വെള്ളം കണ്ട്, അയാൾ മാറ്റി നിസ്കരിക്കണോ വേണ്ടേ? വേണ്ട എന്നുള്ളതാണ് കർമ്മശാസ്ത്രം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് രണ്ട് സഹാബാക്കൾ വന്നു. അവർ പറഞ്ഞു, റസൂലെ, ഞങ്ങള് വെള്ളമില്ലാത്ത സമയത്ത് നമസ്കരിച്ചു, തയമ്മും ചെയ്ത് നമസ്കരിച്ചു. അതിനുശേഷം വെള്ളം കണ്ടപ്പോ എന്റെ കൂടെയുള്ള ഇയാള് ഒന്നും എടുത്ത് നമസ്കാരം മാറ്റി നമസ്കരിച്ചു, ഞാൻ മാറ്റി നമസ്കരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ മാറ്റി നമസ്കരിക്കാത്ത ആളോട് റസൂല് പറഞ്ഞു, അസബ്ത സുന്ന, ഈ സുന്നത്തനുസരിച്ച് ചെയ്തിരിക്കുന്നു, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ മാറ്റി നമസ്കരിച്ച ആളോട് റസൂല് പറഞ്ഞു, ലക്കൽ അജ്റു മറത്തെ, നിന്റെ ആ പരിശ്രമത്തിന് കൂടിയുള്ള കൂലി ആർക്കുണ്ട്? നിനക്കുണ്ട് എന്ന് പറഞ്ഞാൽ അയാളെ നിരുത്സാഹപ്പെടുത്തിയില്ല. പക്ഷെ അതേസമയം ഇതാണ് ചെയ്യേണ്ട പണി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിന്റെ കർമ്മശാസ്ത്രം അതാണ്. എന്ന് പറഞ്ഞാൽ വെള്ളം കണ്ടതിന് ശേഷം എന്താക്കേണ്ടതില്ല, നമ്മൾ മാറ്റി നമസ്കരിക്കേണ്ടതില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീക്കും മിൻ. ഇതൊക്കെ ഇപ്പോ ഇത്രയും നേരം നിയമങ്ങളാ പറഞ്ഞത്. ഈ നിയമങ്ങൾ ഇങ്ങനെ ധാരാളമായിട്ട് പറയുന്ന സമയത്ത്, ഇപ്പൊ ഒരു സ്കൂള് തുടങ്ങിയിട്ട് എന്താണ് കുട്ടികളൊക്കെ മൊത്തം വിളിച്ചു ചേർത്തിട്ട് കുറെ നിയമങ്ങൾ പറയുമ്പോൾ ആ കുട്ടികൾക്ക് തോന്നുന്നു, എന്തൊരു സ്വഭാവമാണിത്, എന്തിനാ നമ്മൾ എത്ര കഷ്ടപ്പെടുത്തുന്നത്? അങ്ങനെ തോന്നുന്നവർക്ക്
അള്ളാഹു നൽകുന്ന മറുപടിയാണ് എന്ത്? മാ യുരീദുല്ലാഹു ലിയജഅല അലൈക്കും മിൻ ഹറജിൻ. അള്ളാഹു നിങ്ങൾക്ക് ഒരു ഹറജും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ പറയുമ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ അത്തരമുള്ള ആളുകൾക്ക് ഇവരെന്ത് ഏർപ്പാടായി ചെയ്യുന്നത്, അല്ലെങ്കിൽ അള്ളാഹ് എന്തിനാ മനുഷ്യനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, ഇവരെ പടച്ചോൻ എന്താ ഇങ്ങനെ എന്നൊക്കെ യുക്തിവാദികൾക്ക് തോന്നും. അതിനുള്ള മറുപടിയാണ് എന്ത്? അള്ളാഹ് അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഹറജ് എന്നുള്ള പദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഹറജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെന്താ പറയല്? ഹറജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹറജ. ഹറജ് 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 എന്ന് പറഞ്ഞാൽ പ്രയാസം, വിഷമം എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഈ പദം രണ്ട് സംഗതികൾ ഇങ്ങനെ ചേർന്ന് വന്നിട്ട് അതിന്റെ ഉള്ളിൽ ഒരാൾ കുടുങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? ആ അവസ്ഥക്കാണ് എന്ത് പറയുക? ഹറജ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഇങ്ങനെ വന്ന് തിക്കായിട്ട് നിൽക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഒരാൾ പെട്ടാല്, ഇപ്പൊ നമ്മുടെ നാട്ടില് ജനറൽ കമ്പാർട്ട്മെന്റിലൊക്കെ കയറിയാല് ട്രെയിനില് സാധാരണ അങ്ങനെ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ അവസ്ഥക്കാണ് ഹറജ് എന്ന് പറയുക. എന്ന് പറഞ്ഞാല് അങ്ങേയറ്റത്തെ വിഷമാവസ്ഥ, ശരിക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ. അപ്പൊ ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറയുന്നത് എന്താണ്? ഈ വിശ്വാസിയായ മനുഷ്യനും കാഫിറായ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം, ഈ കാഫിറായ മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ഹറജ് നിറഞ്ഞതായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും, ഈ പറയുന്ന യുക്തിവാദികളെ കുറിച്ച് പറഞ്ഞ പോലെ എന്ത് സംഭവിച്ചാലും ഒരു സംതൃപ്തി ഉണ്ടാവില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആകാശത്തേക്ക്, നേരത്തെ പറഞ്ഞ സൈദ എന്നുള്ള പദമാണ്, ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ കഷ്ടപ്പെട്ട് ആകാശത്തിലേക്ക് കയറുന്നത് പോലെയാണ് എന്ന് പറയും. അപ്പൊ ഇതാണ് ഹറജ് എന്ന് പറയുന്ന സാധനം. അങ്ങനെ മനുഷ്യന്റെ, അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ആത്മസംഘർഷങ്ങൾക്കുള്ള പരിഹാരമാണ്. അവന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇസ്ലാം. അപ്പൊ അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ നിയമങ്ങളൊക്കെയും നൽകുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങൾക്ക് ഹറജ് ഉദ്ദേശിച്ചിട്ടില്ല. വലാകിൻ യുരീദു ലിയുതഹിറക്കും. അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ. ത്വഹറ, ശുദ്ധീകരിക്കുക. ലിയുതഹിറക്കും, നിങ്ങളെ ശുദ്ധീകരിക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ടോ വലിയുതിമ്മ നിഅമതഹു അലൈക്കും. ഞാനിത് മുമ്പ് നമ്മള് മൂന്നാമത്തെ ആയത്ത് പഠിച്ച സന്ദർഭത്തിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. അപ്പൊ ഇക്മാലുദ്ദീനും ഇത്മാമുൻ നിഅമത്തും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ദീന് പരിപൂർണമാക്കുന്നതാണ് എന്ത്? ഇക്മാലുദ്ദീൻ എന്നുള്ളത്. ആ പരിപൂർണമായ ദീനിനെ നിലനിർത്തുന്നതാണ് എന്ത്? അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്താണ്? അതാണ് ഇത്മാമുൻ നിഅമ. അതുപോലെയാണ് ഇവിടെ അതേ പദം പ്രയോഗിച്ചത്, വലിയുതിമ്മ നിഅമതഹു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു മനുഷ്യനെ പെർഫെക്റ്റ് ആയി പടച്ചു വെക്കുക മാത്രമല്ല ചെയ്തത്, നേരെ മറിച്ച് ആ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വിശുദ്ധി നിലനിർത്തുവാനുള്ള മാർഗങ്ങളും നൽകിയിരിക്കുന്നു. അതാണ് വലിയുതിമ്മ നിഅമതഹു അലൈക്കും. എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു ഇത് അവതരിപ്പിച്ചത്. അള്ളാഹു അവന്റെ നിഅമത്ത് നിങ്ങൾക്ക് മേൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി. നിഅമത്ത് എന്നുള്ള പദം ഞാൻ മുമ്പ് വിശദീകരിച്ചിരുന്നു. ഒന്നുകൂടി, നിഅമത്ത് എന്നുള്ള പദം സാധാരണ നിഅമത്തുൻ ജംഉ നിഅമുൻ എന്നുള്ളതാണ്. നഅമ് എന്ന് പറയുന്നത് അതിന്റെ ബഹുവചനം അൻആമ് എന്നാണ്. പക്ഷെ അത് രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട്. എന്താണ്? അൻആമു അഅ്ളമു നിഅമത്തിൻ. അൻആമ്, കാലികൾ എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് പരിഗണിച്ചിരുന്നത്. കാരണം അത് വർഷം കൂടുന്തോറും എന്താണ്? അതിന്റെ വില കൂടുകയാണ് ചെയ്യുക, പ്രയോജനം കൂടുകയാണ് ചെയ്യുക. അവയെ അറുത്തു കഴിഞ്ഞാലും അതിന്റെ പ്രയോജനം നിലനിൽക്കുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ലാഭകരമായ അനുഗ്രഹമാണ് എന്ത്? അൻആമ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന രണ്ടും തമ്മിലുള്ള ഈ അടിസ്ഥാനപരമായ ധാതുവിലെ കണക്ഷൻ കടന്നു വരുന്നത്. അതാണ് വലിയുതിമ്മ നിഅമതഹു അലൈക്കും വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ ശുക്ർ ചെയ്യുന്നതിന് വേണ്ടിയും. വളരെ മനോഹരമായ ഒരു പദമാണ് അശ്ശുക്കൂർ എന്ന് പറയുന്ന പദം. എന്താണ് ശുക്ർ എന്ന് പറഞ്ഞാല്? നന്ദി കാണിക്കുക, അല്ലെ? കുഫ്ർ എന്നുള്ളതിന്റെ തന്നെ മറ്റൊരു ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ സാധാരണ ശുക്ർ എന്ന് പറയുക. പക്ഷെ സാധാരണ അറബി ഭാഷയിൽ ഇത്
അശ്ശുക്കൂറു മിനദ്ദവാബ് മാ യക്തഫി ബിൽ അലഫിൽ ഖലീൽ എന്നാണ് പറയാ. എന്ന് പറഞ്ഞാല് ആട്, ഒട്ടകം ഇതൊക്കെ കുറച്ചു മാത്രം പുല്ല് കഴിച്ചിട്ട് അല്ലെങ്കിൽ തീറ്റ കഴിച്ചിട്ട് നന്നായി തടിച്ചു വരുന്ന, നന്നായി പാല് കൊടുക്കുന്ന മൃഗങ്ങൾക്കാണ് എന്ത് പറയുക? ശുക്കൂർ എന്ന് പറയുക. ഒന്നുകൂടി, അതായത് അൽ മാ യക്തഫി ബിൽ അലഫിൽ ഖലീൽ, കുറഞ്ഞ ഇല കൊണ്ട്, കുറഞ്ഞ തീറ്റി കൊണ്ട് നന്നായി തടിച്ചു വരുന്ന, നന്നായി പാല് തരുന്ന മൃഗങ്ങൾക്കാണ് ശുക്കൂർ എന്ന് പറയുക. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വളരെ കുറച്ച് സൂക്ഷ്മതയോടുകൂടി ഉപയോഗിച്ച് കൂടുതലായി അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന മനുഷ്യനാണ് എന്ത്? ശുക്കൂർ എന്ന് പറയുക. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് കാലിൽ നീര് വന്നത് കണ്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല റസൂലെ, നിങ്ങൾക്ക് അള്ളാഹു പാപങ്ങളൊക്കെ പൊറത്തു തന്നതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അഫലാ തുഹിബ്ബു അൻ അകൂന അബ്ദൻ ശക്കൂറ, ഞാന് ശക്കൂറായ അടിമയാവണ്ടേ എന്ന് പറഞ്ഞാൽ കുറച്ച് അനുഗ്രഹങ്ങൾ പറ്റി കൂടുതൽ നന്ദി കാണിക്കുന്ന അടിമയാവണ്ടേ. ഇതാണ് ശക്കൂർ എന്നുള്ളത്. അപ്പൊ ഇവിടെ അള്ളാഹു നിഅമത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലെ, വലിയുതിമ്മ നിഅമതഹു അലൈക്കും, അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് പറഞ്ഞു. നിഅമത്തിനെ കുറിച്ച് പറഞ്ഞ പിന്നെ എന്ത് പറയണം? ശുക്രിനെ കുറിച്ചോ കുഫറിനെ കുറിച്ചോ പറയണം. കാരണം നിഅമത്തുമായി ബന്ധപ്പെട്ട് മനുഷ്യന് രണ്ട് നിലപാടേ ഉള്ളൂ. ഒന്നെന്താണ്? നന്ദികേട് കാണിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് എന്താണ്? നന്ദി കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തില് ശുക്കൂറാവുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാല് നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുകയും അതേസമയം പരമാവധി അള്ളാഹുവിനോട് നന്ദി കാണിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് വലഅല്ലകും തശ്കുറൂൻ എന്നുള്ള പദത്തിൽ നിന്ന് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതോടുകൂടി ഈ ആയത്തില് നമ്മൾ വുളൂ പഠിച്ചു, ആയത്തില് ഗുസ്ല് പറഞ്ഞു, തയമ്മും പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഒരു യുക്തി സാധാരണ കേവല മനുഷ്യർക്കൊക്കെയും തിരിയുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് മനുഷ്യന്റെ മാനസികവും ശാരീരികവുമായ വിശുദ്ധി കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള വഴിയാണ്. വലിയുതിമ്മ നിഅമതഹു അലൈക്കും എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും എന്താണ്? വലഅല്ലകും തശ്കുറൂൻ, അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദിയുമാണ്. ഓക്കെ, അതാണ് അതിന്റെ ഒരു സമാപനം എന്ന് പറയുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞ കർമ്മങ്ങളൊക്കെയും അള്ളാഹുവിനോടുള്ള ശുക്രിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഈ ലഅല്ലകും തശ്കുറൂൻ എന്നുള്ളതും അതിന്റെ മുമ്പുള്ള ആയത്തിന്റെ പാർട്ടും തമ്മിലുള്ള ബന്ധം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് അള്ളാഹു വീണ്ടും തുടരുകയാണ്. വസ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം ഓർക്കുക. ഒരു സംഗതി നേരത്തെ പറഞ്ഞതും എന്താണ്? വലിയുതിമ്മ നിഅമതഹു അലൈക്കും വലഅല്ലകും തശ്കുറൂൻ എന്നാണ്. അപ്പൊ അവിടെ ശുക്ർ ചെയ്യണം എന്ന് പറഞ്ഞിടത്ത് ഈ ആശയമുണ്ട്. എന്ത്? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർക്കുക എന്നുള്ള ആശയമുണ്ട്. പക്ഷെ അത് വീണ്ടും അള്ളാഹു എന്താക്കുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. വസ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. അപ്പൊ ഇവിടെ ഒരു സംഗതി അള്ളാഹു എന്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു? അത് സാധാരണ പറയാറുള്ളത് കസ്റത്തുൻ നിഅം തൂജിദുൽ ഗഫ്ല എന്നാണ്. നമുക്ക് ഒരു സാധനം നമ്മുടെ അടുത്ത് ധാരാളമായിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് പുല്ല് വിലയായിരിക്കും. ഉദാഹരണമായിട്ട് നമ്മുടെ ഭക്ഷണം. പണ്ടത്തെ കാലത്തൊക്കെ ആളുകൾ ജീവിച്ചിരുന്നത് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒരു ബിരിയാണി, ഒരു നെയ്ച്ചോറ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വളരെ അപൂർവമായി എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് ലഭിക്കുന്ന സാധനമാണ്. പക്ഷെ ഇന്ന് ഇത് സുലഭമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്തില്ല? ഒരു വിലയുമില്ല. പക്ഷെ അതേസമയം ഇന്ന് ഫലസ്തീനിലെ ഗസയില് നമ്മളൊക്കെ കാണുന്ന ഓരോരോ വീഡിയോകളിൽ ഇങ്ങനെ ട്രക്കിൽ നിന്ന് ഇങ്ങനെ ഉറ്റി വീഴുന്ന വെള്ളത്തിന്റെ ആ തുള്ളികളിൽ പോയിട്ട് വായ വെക്കുന്ന കുരുന്നു മക്കളെ നമുക്ക് കാണുവാൻ കഴിയും. അവർക്കതിന് വിലയുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമുക്കതിന് വിലയില്ല? അത് ഈ പറഞ്ഞ സാധനമാണ്. ധാരാളമായി അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പൊ ധാരാളമായി അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയത്ത്
നമ്മൾ അതിൻ്റെ വില നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരേണ്ടത്. എന്തുകൊണ്ട് അള്ളാഹു അവിടെ റിപ്പീറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ ആവർത്തിച്ചു എന്ന് ചോദിച്ചാൽ, അത്രത്തോളം മനുഷ്യൻ ഈ വിഷയത്തിൽ എന്താണ്, അശ്രദ്ധനാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വസ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾ ഓർക്കുക. ദക്കറ എന്ന് പറഞ്ഞാൽ നമ്മള് ദിക്റിനെ കുറിച്ച് നമ്മുടെ അടുത്തൊരു തെറ്റായ ഒരു കാഴ്ചപ്പാടുണ്ട്. ദിക്ർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഏതാനും ചില നാമങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയോ പ്രകീർത്തിക്കുകയോ ചെയ്യുന്ന സെന്റൻസുകൾ ഉരുവിടുന്നതല്ല ദിക്ർ. അത് അതിനുള്ള വഴി മാത്രമാണ്. ഒരാളിങ്ങനെ സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ ഉരുവിടുന്നു, അള്ളാഹുവിനെ കുറിച്ച് അയാൾക്കൊരു ബോധവുമില്ല എങ്കിൽ അയാൾ ഒരു ദിക്റും ചൊല്ലിയിട്ടില്ല. ദിക്ർ എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ കുറിച്ച് തദ്കീർ നടത്താനുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, ബോധം മനുഷ്യന്റെ മനസ്സിൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഈ എന്താണ് ചൊല്ലുന്ന ദിക്റുകളുടെ എണ്ണത്തിനനുസരിച്ച് പ്രതിഫലം ലഭിക്കില്ല. അത് നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് എത്രമാത്രം ഉണർത്തി അല്ലെങ്കിൽ ഓർമ്മിപ്പിച്ചു എന്നുള്ളതിനനുസരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുക. അപ്പൊ വസ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം ഓർക്കുക. ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, അതിന്റെ എണ്ണമല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ എന്ത് നോക്കിയാലും എന്താണ്, അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഇവിടെ നിഅമത്ത് എന്നുള്ള സാധനം അള്ളാഹു ജംഅ ആയിട്ട് പ്രയോഗിക്കാത്തത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെടുത്ത് നോക്കിയാലും എന്താണ്, അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അപ്പൊ അവിടെ ജിൻസിനെ കുറിക്കുന്ന പ്രയോഗമാണ് നിഅമത്ത് എന്നുള്ളത്. വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. വമീസാഖഹുല്ലദീ ഫഹദ്ദിസ്, അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ എടുത്തു പറയുക. നമ്മള് മനുഷ്യരുടെ ഒരു സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിച്ചവനോട് കുറെ ചോദിക്കും. ചോദിച്ച് കിട്ടിയതിനെ കുറിച്ച് നമ്മുടെ അടുത്ത് ഒരു കണക്കുണ്ടാവില്ല, ഒരു ബോധം ഉണ്ടാവില്ല. നേരെ മറിച്ച് കിട്ടാത്തതിനെ കുറിച്ചാണ് എന്തുണ്ടാവുക, നമുക്ക് എപ്പോഴും ആവലാതി ഉണ്ടാവുക. അങ്ങനെയുള്ള സാധനമാണ് എന്ത്, ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അതിന് മുമ്പുള്ള ആയത്തുകൾ നോക്കിയാൽ എന്താണ്, വവജദക ളാല്ലൻ ഫഹദ വവജദക ആയിലൻ ഫഅഗ്ന. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ മനുഷ്യരൊക്കെ ചെയ്യേണ്ടത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ്. എനിക്ക് ഇന്നത് കിട്ടിയിട്ടുണ്ട് പടച്ചവന്റെ അടുത്തുനിന്ന്. അതെന്താണ്, അത് മറ്റുള്ളവർക്കുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ്. അത് സ്മരിക്കുമ്പോഴാണ്, അത് അംഗീകരിക്കുമ്പോഴാണ് പടച്ചവൻ അടുത്ത അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അനുഗ്രഹങ്ങൾ എന്നുള്ളത് പടച്ചവന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. തുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിശദീകരണത്തില് ആ ആയത്ത് ഇറങ്ങുന്നത് സഹാബാക്കള് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സമയത്താണ്. എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴവും കാരക്കയും വെള്ളവും മാത്രം കഴിച്ച് ജീവിക്കുന്ന കഷ്ടപ്പാടിന്റെ സന്ദർഭത്തിലാണ്. അപ്പൊ സഹാബാക്കള് റസൂലിനോട് ചോദിച്ചു, അല്ല റസൂലെ, ഇത് ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്? അപ്പൊ റസൂല് പറഞ്ഞ്, നിങ്ങൾ കഴിക്കുന്ന കാരക്കയും പച്ചവെള്ളവും ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അതിനെക്കുറിച്ച് നാളെ പടച്ചതമ്പുരാൻ നിങ്ങളോട് ചോദിക്കും. അപ്പൊ ഇത് എന്താണ്, അനുഗ്രഹത്തിന്റെ മൂല്യം പഠിപ്പിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വസ്കുറു നിഅമത്തല്ലാഹി അലൈക്കും വമീസാഖഹുല്ലദീ വാസഖകും ബിഹി. മീസാഖ്, അർളുൻ, എന്താണ് തിഖത്ത് പറഞ്ഞാല്? തിഖത്ത് പറഞ്ഞാൽ വിശ്വാസം. നമ്മള് ഒരു ഹദീസിന്റെ ഒക്കെ ഉലൂമുൽ ഹദീസിലൊക്കെ സാധാരണ പറയും, റാവി തിഖത്താണ്, അവനെ മൂപ്പരെ വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതിനാണ്. അറബി ഭാഷയില് അർളുൻ വസിഖത്തുൻ എന്ന് പറഞ്ഞാല് കസീറത്തുൽ ഉഷ്ബ് എന്നാണ്. ധാരാളം പുല്ലുള്ള ഭൂമിക്കാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുക, വസിഖത്ത് എന്ന് പറയാം. അവിടെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും താമസിക്കാം, ഒരു ബേജാറും ഇല്ലാണ്ട് നിങ്ങൾക്ക് അവിടെ ജീവിക്കാം. അങ്ങനെ വിശ്വാസയോഗ്യമായ ഏരിയക്ക് കുറിക്കുന്ന സാധനമാണ് വസിഖത്ത് എന്ന് പറയുന്ന സാധനം.
അതിൽ നിന്നാണ് ഔസഖ എന്ന് പറയുക. വലാ യൂതിഖു വസാഖഹു അഹദ് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി മൃഗങ്ങളെ കെട്ടുന്നതാണ് എന്ത്? ഔസഖ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിശ്വാസയോഗ്യമായ സ്ഥലത്തെ അവലംബിക്കുന്നതാണ് എന്ത്? ഈ പറയുന്ന മീസാഖ് എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവുമായി മനുഷ്യനെടുത്ത മീസാഖ് എന്ന് പറഞ്ഞാല് പിന്നെ എനിക്കൊന്നും നോക്കാനില്ല, എന്റെ പുല്ലും എന്റെ വെള്ളവും എനിക്ക് വേണ്ടതൊക്കെ ആര് തരും? പടച്ചവൻ തരും എന്നുള്ള ആ ബോധം, ആ ഉത്തമ വിശ്വാസത്തിനാണ് എന്ത് പറയുക? അറബി ഭാഷയില് മീസാഖ് എന്ന് പറയുക. ഔസഖ, യൂസിഖു, ഇത് ശരിക്കും മിവ് സാഖ് എന്നാണ്. മിവ് ഔ സഖ എന്നല്ലേ? അപ്പൊ മിവ് സാഖ് എന്നാണ്. പക്ഷെ അതിന്റെ മുമ്പ് മി എന്നുള്ളതിന് കെസറായത് കൊണ്ട് അവിടെ യാ ഉച്ചാരണത്തിന് വേണ്ടിയിട്ട് എന്താക്കിയതാണ്? വാവ് യാ ആക്കി മാറ്റിയതാണ് എന്ത്? മീസാഖ് എന്ന് പറയുന്ന സാധാരണ മീസാഖ്, മവാസിഖ്. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹു നമ്മോട് എടുത്ത കരാറ് എന്നും നമ്മൾ അള്ളാഹുവിനോട് എടുത്ത കരാറ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിക്കുകയാണ്. എനിക്ക് വേണ്ടതൊക്കെയും ആര് തരും? പടച്ച തമ്പുരാൻ തരും. പടച്ച തമ്പുരാന് പൂർണ്ണമായും വിധേയപ്പെട്ട് ഞാൻ ജീവിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ മീസാഖ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അർളുൻ വസിഖത്തുൻ എന്ന് പറഞ്ഞാല് പിന്നെ ഒന്നും നിങ്ങൾക്ക് ഭയപ്പെടാനില്ല, നിങ്ങൾക്ക് വേണ്ടതൊക്കെയുമുള്ള ഭൂമിയാണ് വസിഖത്ത് എങ്കിൽ അതുപോലെ അള്ളാഹുവിൽ ചേർന്ന് നിൽക്കുന്നതാണ് മീസാഖ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ഔസഖ, യൂസിഖു, മീസാഖ്. ഇപ്പൊ നമ്മള് ഈ ഈമാൻ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചു, പ്രവാചകരിൽ വിശ്വസിച്ചു, വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് വെറും ഒരു പ്രഖ്യാപനമല്ല, ഇതൊരു കരാറാണ്. ഇത് അള്ളാഹുവുമായിട്ട് നമ്മൾ എടുക്കുന്ന കരാറാണ്. അപ്പൊ ആ കരാറിനെ കുറിച്ചാണ് ഇപ്പൊ അള്ളാഹു ഇവിടെ പറയുന്നത്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും വമീസാഖഹു അല്ലദീ വാസഖകും ബിഹി. അവന്റെ കരാറും അവൻ നിങ്ങളോടെടുത്ത കരാർ. നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന കരാർ. അപ്പൊ ആ കരാറിനെ കുറിച്ചാണ് ഇവിടെ ഇത്. നിങ്ങൾ അത് ഓർക്കണം, അള്ളാഹുവിന്റെ നിഅമത്ത് ഓർക്കണം. ആ നിഅമത്തുകളിൽ ഏറ്റവും മുഖ്യമായതാണ് ഹിദായത്ത്. ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? അത് ഹിദായത്ത് എന്നുള്ളതാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു നിഅമത്ത് ഈ ദുനിയാവിൽ ഒരു മനുഷ്യനും ലഭിക്കാനില്ല. അപ്പൊ അതുകൊണ്ടാണ് വമീസാഖകുമുല്ലദീ വാസഖ്തും ബിഹി. അപ്പൊ ഔസഖ, യൂസിഖു, മീസാഖ്, ഈസാഖ് ഇതിൽ നിന്നാണ് പദം വരുന്നത്. വമീസാഖകും നിങ്ങളുടെ കരാറും, അല്ലദീ വാസഖകും ബി അതിലെയാണ് അവൻ നിങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ കരാറിനെ കുറിച്ച് പറയാണ് ഇത് ഖുൽതും സമിഅനാ വഅതഅനാ. ഇത് ഖുൽതും, ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പഠിപ്പിച്ചിരുന്നു. ഇത് ഇതാ തമ്മിലുള്ള വ്യത്യാസം. ഇതെന്താണ്? പാസ്റ്റ് ആണ്, പണ്ട് കഴിഞ്ഞു പോയ സാധനമാണ്. ഇതാ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഫ്യൂച്ചറിനെ കുറിക്കുന്ന ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്. അപ്പൊ ഇത് എന്നുള്ളതാണ് ഇത് ഖുൽതും, നിങ്ങൾ പ്രഖ്യാപിച്ച വേളയിൽ. ഖാല എന്നുള്ള പദം പല രൂപത്തിൽ പ്രയോഗിക്കുന്ന സാധനമാണ്. നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ പോയാലും ബേജാറാണ്ട, കുറച്ച് നരകത്തിലിട്ട് കരിച്ചതിന്റെ ശേഷമാണെങ്കിലും അള്ളാഹ് പിടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എന്താക്കും? സ്വർഗത്തിലേക്ക് ഇടും എന്നുള്ളതാണ് നമ്മുടെ തെറ്റിദ്ധാരണ. അങ്ങനെ സംഭവമൊന്നുമില്ല. ഖാല എന്ന് പറയുന്നത് പല രൂപത്തിൽ പ്രയോഗിക്കും. അതിലെ ഈ പറയുന്ന മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് പ്രഖ്യാപനമാണ്. അതായത് സമൂഹത്തിന്റെ മുമ്പിൽ ഒമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്നത് പോലെ സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഞാൻ ഈ പറയുന്ന തൗഹീദിന്റെ ആളാണ് എന്ന് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കുന്ന
ഒരു മനുഷ്യൻ, അതാണ് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനുള്ളതാണ് എന്ത്? ദഖലൽ ജന്ന എന്ന് പറയുന്നത്. അതല്ലാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് നാവുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു, എപ്പോഴെങ്കിലൊക്കെ ദിക്ർ ചൊല്ലി, അതുകൊണ്ട് ഇനിയിപ്പോ മരിച്ചു കഴിഞ്ഞാൽ ഏതായാലും സ്വർഗം കിട്ടും എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് ഇവിടെ കണ്ടാല് അത് മനസ്സിലാവും. എന്ത്? ഇത് ഖുൽതും, നിങ്ങൾ പ്രഖ്യാപിച്ച വേളയിൽ, വെറുതെ പറഞ്ഞതല്ല, എന്താണ്? പ്രഖ്യാപനമാണ് ഇവിടെ. ഇത് ഖുൽതും സമിഅനാ വഅതഅനാ, നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഞങ്ങള് കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. അപ്പൊ ഇത് പ്രഖ്യാപനമാണ് ഖാല എന്ന് പറയുന്നത്. ഇപ്പോ നിലനിൽക്കുന്ന ലോകത്തൊക്കെ ശരിക്കും യഥാർത്ഥത്തിൽ അതാണ് വേണ്ടത്. മുസ്ലിം എന്ന പേര് അല്ലെങ്കിൽ എന്ന നാമം ലോകത്ത് ഏറ്റവും വികൃതമായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്, അതാണ് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഇത് ഖുൽതും സമിഅനാ വഅതഅനാ എന്ന് പറയുന്നത്. അപ്പോ സമിഅനാ, സമിഅ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് സമിഅ എന്ന് പറഞ്ഞാല്? കേട്ടു എന്നാണ് സാധാരണ അതിന്റെ അർത്ഥം. വിശുദ്ധ ഖുർആൻ പല രൂപത്തില് ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട്. ചെവി എന്നുള്ള അർത്ഥത്തിൽ, കേൾക്കുന്ന ഉപകരണം, ചെവി എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം. അപ്പൊ അവിടെ സമഅ എന്ന് പറയുന്നത് ചെവി എന്നുള്ള അർത്ഥത്തിലാണ്. അതേസമയം കേൾവി ശക്തി എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിച്ചിട്ടുണ്ട്. ഔ അൽഖസം ഹുവ ഷഹീദ് എന്ന് സൂറത്ത് ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതിന് എന്താകും ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്നക ലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉ മൻ ഫിൽ ഖുബൂർ, മരിച്ചവരെ താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കേൾക്കുക എന്നുള്ളതല്ല, അവിടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ സമിഅ എന്നുള്ള പദം ഈ കേൾക്കാൻ അല്ലെങ്കിൽ അറിയാനുള്ള ഉപകരണങ്ങളൊക്കെ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ സമിഅ എന്നുള്ളതും റഅ എന്നൊക്കെയുള്ള പദങ്ങള് അറിയുക എന്നുള്ള അർത്ഥത്തിൽ എന്തുണ്ട്? അള്ളാഹു കേൾക്കട്ടെ, അത് പ്രാർത്ഥനയാണ്. അതേസമയം അറിയുക, അറിയുക എന്ന ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലത്തി എന്ന് പറഞ്ഞിട്ടുള്ള സൂറത്തുൽ മുജാദില. അതുപോലെ നമ്മുടെ എന്താണ് സൂറത്തുൽ ഫീൽ, സൂറത്തുൽ ഫീൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അലം തറ എന്ന് പറഞ്ഞാൽ എന്താ? താങ്കൾ കണ്ടില്ലേ? റസൂല് കണ്ടിരുന്നോ? ആനക്കല റസൂല് കണ്ടിട്ടുണ്ടോ? ഇല്ല, റസൂല് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ ശേഷമല്ലേ റസൂല് ജനിച്ചത്. അപ്പൊ അവിടെ എന്താണ്? അറിയുക. അപ്പൊ കാണുക, കേൾക്കുക എന്നൊക്കെ ഉള്ളത് എന്താണ്? അറിയുന്നതിനുള്ള വഴികളാണ്. അപ്പൊ സ്വാഭാവികമായും അതിന്റെ അക്ഷരമല്ല, നേരെ മറിച്ച് അതിന്റെ ആശയമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അങ്ങനെയാണ് എന്താണ് ഇന്നക ലാ തുസ്മിഉൽ മൗത എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൊ സമിഅ എന്നുള്ളത് ഈ രൂപത്തില് വിശാലമായ അർത്ഥത്തിൽ വല്ലാണ്ട് ഒരു സംഗതി ഇങ്ങനെ കേട്ട് നടക്കുന്ന മുനാഫിക്കുകൾ മുനാഫിക്കുകൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ് സമ്മാഊന ലിൽ കദിബ്, അവര് ഇതിനായിട്ട് ചെവി കൊടുക്കുന്ന ആളുകളാണ്. അവിടെ സമ്മാ എന്നുള്ള രൂപത്തിൽ അതിന്റെ ഫഅൽ വസിൽ വന്ന സമ്മാൾ എന്നുള്ള രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വിശുദ്ധ ഖുർആൻ ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഖുൽതും സമിഅനാ വഅതഅനാ, ഇത് ഖുൽതും സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു. എന്താണ് അത്വാ എന്ന് പറഞ്ഞാൽ? ത്വാഅത്ത്. അറബി ഭാഷയില് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് ഈ പറയുന്ന അത്വാ എന്നുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത, ശരിക്ക് അറബികള് സാധാരണ നടത്തുന്ന ഒരു പ്രയോഗമാണ് അത്വാ തംറു. അത്വാ തംറു, ഈ ഈന്തപ്പനകള് അതിങ്ങനെ കുലച്ച് പാകമായി ഇന്നെ വെട്ടിക്കോ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ, അതിനാണ് അത്വാ തംറു എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ പരിപൂർണമായി വിധേയപ്പെട്ടെന്ന് പറഞ്ഞ വിളവായി കീഴടങ്ങി നിൽക്കുന്ന ആ രൂപം, അതാണ് അത്വാ തംറു എന്ന് പറയുക. അതുപോലെ അത്വാ ലഹുൽ മർഅ എന്ന് പറയുന്നത് നല്ല പുല്ലുകളൊക്കെയുള്ള വിശാലമായ മേച്ചിൽ പുറങ്ങന വിശാലമായിട്ട് എന്താണ് മേച്ചിലിന് വേണ്ടി ഒഴിഞ്ഞിട്ടതിനാണ് എന്ത് പറയുക? അത്വാ ലഹുൽ മർഅ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥത്തില് വിധേയപ്പെടുക, കീഴ്പ്പെടുക,
അതിൽ നിന്നാണ് ഈ പറയുന്ന ത്വാഅത്ത് അല്ലെങ്കിൽ അത്വാഅ എന്നൊക്കെയുള്ള പദം കടന്നു വന്നിട്ടുള്ളത്. ഓക്കെ, സമിഅന വ അത്വഅന. അപ്പൊ എങ്ങനെയാണ് അള്ളാഹുവിനോട് വിശ്വാസികളുടെ സമീപനം എന്ന് പറഞ്ഞാൽ പൂർണ്ണാർത്ഥത്തിൽ വിധേയമായി. അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം നബിയുടെ ഒക്കെ ചരിത്രത്തിൽ അതാ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഈന്തപ്പനയുടെ തന്നെ എന്നെ വെട്ടിക്കോ എന്ന് പറഞ്ഞ പോലെ തന്നെ നീ എന്തും കൽപ്പിച്ചോ, ഞാനത് ചെയ്യാൻ തയ്യാറാണ് എന്ന് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ത്വാഅത്ത് അല്ലെങ്കിൽ സമിഅന വ അത്വഅന എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മള് കലിമത്ത് ഷഹാദ എന്ന് പറയുന്നത്, അതാണെങ്കിൽ നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത്, അത് അള്ളാഹുവില് എല്ലാം അർപ്പിച്ച് അള്ളാഹു നൽകും എനിക്ക് വേണ്ട വെള്ളവും വെളിച്ചവും എന്ന് വിശ്വസിച്ച് അള്ളാഹുവിന്റെ കൂടെ നിൽക്കുന്ന, അള്ളാഹുവിന് മുമ്പിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വെട്ടിയെടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ എന്ത് ഇസ്ലാമി എന്നുള്ളത്. അതാണ് ഇത് ഖുൽതും സമിഅന വഅതഅന വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ അലീമുൻ ബിദാത്തിസ് സുദൂർ, തീർച്ചയായും അള്ളാഹു അലീമാണ്. അലീം എന്നുള്ളത് അലാ വസ്നി ഫഈൽ എന്നാണ്. ഞാൻ റഹീം മുമ്പ് വിശദീകരിച്ചു തന്നിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും അതിലൊരു മാറ്റവും സംഭവിക്കുകയില്ല. അങ്ങനെയുള്ള സാധനങ്ങളാണ് എന്തിൽ വരിക, ഫഈൽ രൂപത്തിൽ വരിക. എന്ന് പറഞ്ഞാല് ഇങ്ങനെ എന്റെ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അള്ളാഹ്ക്ക് കുറച്ച് സംഗതികൾ മിസ്സായി, ഞാൻ ചെയ്തോന്നും അറിഞ്ഞില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അത് അതുപോലെ തന്നെ മുഴുവനായിട്ട് കൃത്യമായിട്ട് എന്തുണ്ട്, അള്ളാഹിന്റെ അടുത്തുണ്ട്. അതാണ് അലീം എന്നുള്ള ആ ഒരു വസ്നിന്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ഇൽമു പോലും നമ്മളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലും ആരടുത്തുനിന്ന് മിസ്സാവില്ല, അള്ളാഹുവിന്റെ അടുത്തുനിന്ന് മിസ്സാവില്ല. അലീമുൻ ബിദാത്തിസ് സുദൂർ, ബിദാത്തിസ് സുദൂർ, സ്വദറുകളിലുള്ളത് അറിയുന്നവനാണ് അള്ളാഹു. എന്താണ് സ്വദർ? നെഞ്ചിലെ. കൽബോ? ഹാർട്ട് അല്ലെ? രണ്ടു തമ്മിൽ എന്ത് വ്യത്യാസം? എന്ത് തമ്മിലുള്ള വ്യത്യാസം? ഓരോ പദങ്ങൾക്ക് നെഞ്ചിന്റെ ഉള്ളിലുള്ളതാണ് ഹാർട്ട് അല്ലെ? ഗുഡ്. വരട്ടെ. സദർ ഉസ്താദ് അല്ലെ? സദർ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇപ്പോ സദുറുൻ നഹാർ എന്ന് പറഞ്ഞാൽ അവ്വലുഹു എന്നാണ് പറയാം, അതിന്റെ പ്രാരംഭത്തിലുള്ളത് അല്ലെങ്കിൽ മുഖ്യമായത്. ശരിക്കും അൽ മുത്തഖദ്ദിം എന്നാണ് സദർ എന്നുള്ളതിന്റെ അർത്ഥം. ഇപ്പൊ സദുറുൽ ഫറസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ കുതിരയുടെ ഈ ആ കാലിന്റെ ഭാഗം, കഴുത്തിന്റെ ഇടയിലുള്ള ഭാഗം ഉണ്ടല്ലോ, അതിനാണ് എന്ത് പറയുക, സദർ എന്ന് പറയുക. അതായത് ഇങ്ങനെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഭാഗത്തിനാണ് ശരിക്ക് സദർ എന്ന് പ്രയോഗിക്കാറുള്ളത്. ഇപ്പൊ ഇത് രണ്ടും ഒന്ന് ഭാഷാപരമായ രണ്ട് ആശയങ്ങളാണ്. ഒന്നാമത്തേത് കൽബ്. സുമ്മിയൽ കൽബു ഖൽബൻ ലിഅന്നഹു യതഖല്ലബ്. കൽബ് എന്ന് വിളിക്കാനുള്ള കാരണം അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഖലബ, ഇൻഖലബ എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ഇങ്ങനെ മാറി മറിയുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അപ്പൊ അതിങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ഹദീസില് അൽ ഖുലൂബ് ബൈന അസാബിർ റഹ്മാൻ എന്നാണ്. പടച്ചവന്റെ വിരലുകൾക്കിടയിലാണ് ഈ ഹൃദയങ്ങൾ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പെട്ടെന്ന് മാറി മറിയും എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ആശയമാണ് അത് നൽകുന്നത്. സദർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ തള്ളി നിൽക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഭാഷാപരമായ തലം. ഇനി ഇത് തമ്മില് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗത്തില് സാധാരണ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ ഇത് വിശദീകരിക്കുന്നതിൽ കുറച്ച് പ്രയാസപ്പെട്ട ഒരു സാധനമാണ് സദറും കൽബും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം ഇത് കൃത്യമായി ഖുർആനിലെ ആയത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനം. ഒന്നാമത്തേത് കൽബി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഇൽമ്, അഖ്ല്, അതുപോലെ തന്നെ വിചാരങ്ങൾ
ഇതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതായത് മനുഷ്യന്റെ വിചാരങ്ങളും അറിവും ബുദ്ധിയുമൊക്കെ അതിലേക്ക് ചേർത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബി എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ സ്വദ്ർ എന്നുള്ളത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അവന്റെ ഒരു ഭദ്രതയുമായി ബന്ധപ്പെട്ടും നടത്തുന്ന പ്രയോഗമാണ് സ്വദ്ർ എന്നുള്ളത്. അതിൽ ഏറ്റവും കൃത്യമായ ഒരു ഉദാഹരണം റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ മുമ്പിൽ ചെന്നിട്ട് നടത്തുന്ന അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ് പടച്ചവനെ എൻ്റെ സ്വദ്റിനെ വിശാലമാക്കി തരാണ്. നമ്മൾ സാധാരണ പറയില്ല അയാൾക്ക് നല്ല കരളുറപ്പുള്ള മനുഷ്യനാണ് അല്ലെങ്കിൽ നല്ല നെഞ്ചുറപ്പുള്ള മനുഷ്യനാണ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലുള്ള ഒരു ധൈര്യത്തെയും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസിനെയും അതല്ലെങ്കിൽ ഒരു ഭദ്രമായി പൊതിഞ്ഞു വെച്ചതിനെയൊക്കെ കുറിക്കുന്നതാണ് എന്ത് സ്വദ്ർ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ അലീമും ബിദാത്തി സ്വദൂർ, നിങ്ങളെ ആരും ഒന്നും അറിയില്ല എന്നൊക്കെ വിചാരിച്ച് നന്നായിട്ട് പൊളിച്ച് ഭദ്രമാക്കി വെച്ചിട്ടുള്ള സാധനം അതിൻ്റെ ഉള്ളിലൊക്കെ ആർക്കറിയും? അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയും. വഹുസ്സില മാഫി സുദൂർ. അപ്പൊ നമ്മളിത് ഇന്റെ കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ, എൻ്റെ ഉള്ളിലുള്ളത് ഒരു മനുഷ്യനും ഒന്നും പൊളിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന സാധനം അത് പടച്ചു പിടിച്ച് പുറത്തേക്ക് ഇടും എന്ന് പറയുന്ന ശക്തമായ താക്കീദിന്റെ സ്വരമാണ് എന്ത് വഹുസ്സില മാഫി സുദൂർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്താണ് വിശുദ്ധ ഖുർആനിൽ തന്നെ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീഫി അസ്സുദൂർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാം സ്വീകരിക്കാത്തത് ധൈര്യമില്ലാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് എന്താണ് അവരുടെ ഹൃദയങ്ങൾക്ക് കൽബിന് അന്ധത എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വിരോധത്തോടു കൂടി പ്രവാചകനെയും അതുപോലെ തന്നെ വേദഗ്രന്ഥത്തെയും സമീപിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരെന്താക്കുന്നത് യഥാർത്ഥത്തിൽ സത്യനിഷേധം വെച്ച് പുലർത്തുന്നു. ഇന്നഹ ലാ തഅമൽ അബ്സാറു വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫി സുദൂർ എന്ന് വിശുദ്ധ ഖുർആന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഖൽബും സ്വദ്റും തമ്മിലുള്ള നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ വളരെ ലളിതമായ ഒരു വിശദീകരണം. ഒന്നാമത്തേത് മനുഷ്യന്റെ വിചാരങ്ങളെ കുറിച്ചുള്ള അതല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിയെയും അതുപോലെ തന്നെ വലഹും ഖുലൂബുല്ലാ യഫ്ഖഹൂന ബിഹ എന്ന് വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് എന്ന് പറഞ്ഞിട്ട് നരകത്തിന് വേണ്ടി നമ്മൾ കുറച്ച് ആളുകൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. അവരുടെ പ്രത്യേകത ലഹും ഖുലൂബുല്ലാ യഫ്ഖഹൂന ബിഹ, അവർക്ക് ഖൽബുണ്ട് പക്ഷെ അവര് കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ മനസ്സിലാക്കുന്നതിനുള്ള വകുപ്പ് അല്ലെങ്കിൽ ആ ഒരു തലമായിട്ടാണ് വിശുദ്ധ ഖുർആന് എന്തിനെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഖൽബിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം സ്വദ്ർ എന്നുള്ളതിന് അതിന് മറ്റൊരു തലത്തേക്ക് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചത് അതല്ലെങ്കിൽ അങ്ങേയറ്റത്തെ ധൈര്യത്തോടെ യശ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതായത് വിശ്വാസികൾക്ക് ആത്മബലം നൽകുന്ന അവരുടെ പ്രയാസങ്ങളൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതെയാക്കുന്ന ഒരു രംഗത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള പ്രയോഗമാണ് സ്വദ്റിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. അപ്പൊ ഇതാണ് എന്താണ് ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലുള്ളത് എന്താണ് അള്ളാഹു അറിയില്ല അല്ലെങ്കിൽ വേറൊരാൾക്കും അറിയാൻ കഴിയില്ല എന്നുള്ളത്. ഇത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കും. നമ്മളുടെ ഒരു കാഴ്ചപ്പാടുണ്ട് എന്ന് പറഞ്ഞാല് നമ്മളൊരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, എന്നിട്ട് തിന്മ ചെയ്തില്ല. എന്താണ് അതിന്റെ റിസൾട്ട്? അത് നന്മയായിട്ട് അള്ളാഹുവിന്റെ അടുത്ത് വിലയിരുത്തപ്പെടും. അത് എങ്ങനെയാണെങ്കിലാ സൂറത്ത് അൽ ബഖറയിൽ അവസാനത്തില് വലില്ലാഹി മാഫി സമാവാതി മാഫിൽ അർദ് ഖുൽ ഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു
യുഹാസിബുക്കും ബിഹില്ല. നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ ചെയ്താലും പുറപ്പെടുവിച്ചാലും നിങ്ങളത് മറച്ചു വെച്ചാലും ഔ തുഖ്ഫൂഹു യുഹാസിബുക്കും ബിഹില്ല, അള്ളാഹു നിങ്ങൾ അതിന്റെ പേരിൽ വിചാരണ ചെയ്യും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതോ, അതിന് കൂലി കിട്ടുന്ന അറിഞ്ഞില്ലല്ലോ. അതാണ് അത് നമ്മളുടെ നേരത്തെ പറഞ്ഞ മൻകാല ലാ ഇലാഹ ഇല്ലല്ലാഹയെ പോലുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു. അങ്ങനെ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചതിന് ശേഷം ഞാൻ അള്ളാഹുവിനെ ഭയന്ന് ആ തിന്മ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഞാൻ അത് ചെയ്തില്ല. അതാണ് നേരത്തെ പറഞ്ഞ വകുപ്പ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് എന്താണത്? അത് നന്മയായിട്ട് വിലയിരുത്തപ്പെടും. അതേസമയം ഞാൻ ഒരു തിന്മ ചെയ്യാനും വേണ്ടിയിട്ട് തീരുമാനിച്ചുറച്ച് അതിനു വേണ്ടി പണിയൊക്കെ എടുത്തു, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആ ശ്രമത്തിന് പടച്ചവന്റെ അടുത്ത് എന്തുണ്ട്? വിചാരണ ഉണ്ട്. രണ്ട് സാഹചര്യങ്ങൾ മനസ്സിലല്ലേ? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോ ഒന്നാമത്തെ ഹദീസ് ഉണ്ട്, പക്ഷെ ആ ഹദീസ് വെച്ചിട്ട് നമ്മളെ എല്ലാ സാധനത്തേക്കും എന്താണ് അത് കണക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ സംഭവം. കാരണം അള്ളാഹു കൃത്യമായിട്ട് പറയുന്നത് നിങ്ങള് ഖുൽ ഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ. അള്ളാഹു അതിന്റെ പേരിൽ നിങ്ങളെ വിചാരണ ചെയ്യുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ തുടക്കത്തിൽ വന്നിട്ടുള്ള ഒരു ആയത്തിന്റെ തന്നെ കണക്ട് ചെയ്തിട്ട് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു സൂറത്തുൽ മാഇദയില് ഒരുപാട് ഈ പറയുന്ന യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുന്ന പ്രയോഗമുണ്ട്. അപ്പൊ അതില് രണ്ട് പദങ്ങൾ അടുത്ത ആഴ്ചക്ക് വളരെ സുപ്രധാനമായ രണ്ട് പദങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി വെക്കാവുന്നതാണ്. ഒന്നാമത്തേത് ഖിസ്ത് എന്നുള്ള പദമാണ്. കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തേത് അദ്ല് എന്ന് പറയുന്നത്. രണ്ടും സാധാരണ നീതി എന്നാണ് നമ്മൾ അർത്ഥം വെക്കാറുള്ളത്. പക്ഷെ രണ്ട് നീതികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഖസത്ത എന്നുള്ള പദത്തിനും അഖ്സത്ത എന്നുള്ള പദത്തിനും നേരെ ഓപ്പോസിറ്റ് അർത്ഥമാണുള്ളത്. അദ്ല് എന്നുള്ള പദത്തിന് വേറൊരു അടിത്തറയാണുള്ളത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും അതനുസരിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പോരാടുന്ന വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമ്മനാ ഹാദാ ജമ്മൻ മർഹൂമ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا ألما. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين.